ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 8ഉം 9ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമചരിതം ശ്ലോകം 8. ലീലാവാരിത നർമ്മദാജലവലല്ലങ്കേശഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിത സർവദോഷമവധി സോഗാത് പരം തേ പദം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഇത് 2 ലൈനും ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണ്. ഒന്നിച്ച് ചൊല്ലണം. ലീലാവാരിത നർമ്മദ ജലവലത് ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഇത് 2 ലൈനും ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ലീലാവാരിത നർമ്മദ ജല. നർമ്മദ എന്നുള്ളതിൻ്റെ മ എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ ഒന്ന് ഊന്നി പറയണം. നർമ്മദ ദ എന്നുള്ളത് ദയിലത്തെ. ജല വലത് ലങ്കേശ ചേർത്ത് ചൊല്ലുമ്പോൾ വലല്ലങ്കേശ എന്നാവും. ല എന്നൊന്ന് ഊന്നി പറയണം. ഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്ര മുക്ത കാത്ത എന്നാണ് മുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധൻ അമ്മും ചേർത്ത് ചൊല്ലുമ്പോൾ നിരുന്ധന്നമും. ഇവിടെ അതുപോലെ നാന്ന് ഒന്ന് ഊന്നി പറയണം ചേർത്ത് ചൊല്ലുമ്പോൾ. ഥ എന്നുള്ളത് നാഥ എന്നാണ്. ചക്രേ ത്വയി അഥ. ത്വ എന്നാണ് തോ എന്നായി പോയരുത്. ത്വയി അഥ. ത്വയ്യഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വൈഷ്ണവേ അപി ചേർത്തിട്ട് വൈഷ്ണവേപി വിഫലേ. ഫ എന്നുള്ളത് പാ ഫ രണ്ടാമത്തെ ഫ എന്നാണ്. ഫ എന്നായി പോവരുത്. വിഫലേ ബുദ്ധ്വ. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ബുദ്ധ്വ. ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധ്വ നവള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഹരിം ത്വാം. ഇവിടെ അതേപോലെ തന്നെ ത്വ നവള ചിഹ്നം ദീർഘം മുറുക്കമുണ്ട് ഇവിടെ. മുദ ദ എന്നുള്ളത് ദയേലത്തെ. ധ്യായന്തം. ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന്തം എന്നുള്ളത് ന ത എന്നാണ്. ന്തം. ഛിത സർവദോഷം അവധി. അവിടെ വിസർഗം. ഛിത ഛി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവധി എന്നുള്ളതിൻ്റെ ധീന്നും ഊന്നി പറയാനുള്ളതാണ്. നീട്ടിയിട്ട് വിസർഗം. ചേർത്തും ചൊല്ലാം അടുത്ത ലൈനിനോട് ചേർന്നിട്ട്. അത് അപ്പോൾ ഒരു സാന്ന് മതി. ഇവിടെ സോഗാത് സ അഗാത് എന്നാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ സോഗാത്. ചേർത്ത് ചൊല്ലുമ്പം 2 സാന്ന് വരും. അവധി എന്ന് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി. സോഗാത് പരം തേ പദം. അങ്ങനെ നിർത്താം. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ഛിത സർവദോഷമവധി സോഗാത് പരം തേ പദം. അടുത്തത് 9ാമത്തെ ശ്ലോകം. ഭൂയോ മർഷിദഹേ ഹയാത്മജഗണൈസ്താദേഹദേ രേണുകാമാഖ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരഥായുധസ്ത്വമകൃഥാ വിപ്രദ്രുഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ഭൂയ
അമർഷിത. അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഭൂയോമർഷിത. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹേ ഹയ ആത്മജഗണൈ. ആത്മജ ത് മ എന്നാണ് മ എന്നുള്ളത്. ആത്മജഗണൈ. താതേ ഹതേ ചേർത്തിട്ട് സ്ഥാതേ ഹതേ. രേണുകാം ആഖ്നാനാം. രേണുകാം ആഖ്നാനാം ചേർത്ത് ചൊല്ലുമ്പോൾ രേണുകാമാഖ്നാനാം. ഖ്ന എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഹൃദയം നിരീക്ഷ്യ. ക്ഷ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ബഹുശ ഘോരാം. ബഹുശോ ഘോരാം. ഖ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഊന്നി പറയണം. മേഘം എന്നൊക്കെയുള്ളതിൻ്റെ ഖ എന്നാണ്. പ്രതിജ്ഞാം. ജ ഞ എന്നാണ്. പ്രതിജ്ഞാം നീട്ടിയിട്ട് മൂർക്കം വഹൻ. ധ്യാനാനീതരഥായുധസ്ത്വമകൃഥ. അതുവരെയും ഒന്നിച്ച് ചൊല്ലണത്. ധ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. രഥം എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ആയുധം എന്നുള്ളതിൻ്റെ ഥ എന്ന് ഊന്നി പറയാനുള്ളതാണ്. അകൃഥ എന്നുള്ള ഥാന്നും നന്നായിട്ട് ഊന്നി പറയണം. വിപ്രദ്രുഹ അവിടെ വിസർഗം. ക്ഷത്രിയാൻ. വിപ്രദ്രുഹ ക്ഷത്രിയാൻ. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദിക്ചക്രേഷു കുഠാരയൻ. ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിശിഖയൻ. ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. നിക്ഷത്രിയാം. അതൊന്നിച്ചിട്ടൊരു വാക്കാണ്. നിക്ഷത്രിയാം. നമ്മൾ അന്തഃപുരം എന്നൊക്കെ പറയണ പോലെ, അതേപോലെ ദുഃഖം എന്നൊക്കെ പറയുമ്പം രണ്ട് കുത്തിടുമല്ലോ ഒരക്ഷരം കഴിഞ്ഞിട്ട്, അതേപോലെ നിക്ഷത്രിയാം. ഇതൊന്നിച്ചിട്ടൊരു വാക്കാണ് ചൊല്ലേണ്ടത്. മേദിനീം. മേദി ദയ എന്നുള്ള ദ നീം നീട്ടിയിട്ട് മുർക്കം അങ്ങനെ നിർത്താം. ഭൂയോമർഷിത ഹേ ഹയാത്മജഗണൈസ്താതേ ഹതേ. രേണുകാമാഖ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാം വഹൻ. ധ്യാനാനീതരഥായുധസ്ത്വമകൃഥ. വിപ്രദ്രുഹ ക്ഷത്രിയാൻ. ദിക്ചക്രേഷു കുഠാരയൻ. വിശിഖയൻ നിക്ഷത്രിയാം മേദിനീം. ഹരിനാരായണ ഗോവിന്ദ. ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.